മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. വുമൺ ടൂറിസം ഫ്രറ്റേണിറ്റി ഓഫ് കേരള WTFK ടൂറിസവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. തുഞ്ചമ്പറമ്പിൽ വെച്ച് നടന്ന ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഡെസ്റ്റിനേഷനുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ലോകത്തിൽ തന്നെ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളിൽ പലതും കേരളത്തിൽ നിന്ന് ഉള്ള സ്ഥലങ്ങളാണ്. ഇന്ന് പഴയ പോലെയല്ല. ടൂറിസം ഫീൽഡിൽ, ടൂറിസം മേഖലയിൽ വളരെയധികം സാധ്യതകളുള്ള ഒരു സാമ്പത്തിക മേഖലയായി അത് മാറിയിട്ടുണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ട എക്കോണമി എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്കോണമിയിൽ പെടുന്ന GDP ആയാലും ഒരു രാജ്യത്തിന്റെ GDP ആയാലും ഏറ്റവും കൂടുതൽ സംഭാവനകൾ ആ GDP-യിലേക്ക് എത്തുന്നത് ടൂറിസത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ തനതായ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യ രീതികളിൽ അയോധന കലകൾ, പ്രകൃതി രമണീയമായ ഇടങ്ങൾ, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള നിരവധിയായുള്ള ടൂറിസം പ്രൊജക്റ്റുകൾ നമ്മൾ ഇപ്പോൾ അനൗൺസ് ചെയ്യുകയും ആ ഡെസ്റ്റിനേഷനുകളിൽ നല്ല രീതിയിലുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. കോവിഡിന് ശേഷം നമ്മുടെ ആഭ്യന്തര ടൂറിസത്തിലുണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിലുണ്ടായിട്ടുള്ള വർധന എന്നുള്ളത് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണം ചെയ്യുന്ന രീതിയിലാണ് കണ്ടുവരുന്നത്. പലപ്പോഴും കേരളത്തിലെ ടൂറിസം മേഖലയെ പിന്നോക്കം വലിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു. അതിലൊന്ന് വൃത്തിഹീനമായിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ആയിരുന്നു നമ്മളെ ഏറ്റവും വലിയ ഒരു തലവേദന. നമ്മുടെ ജലാശയങ്ങളായാലും പ്രകൃതി രമണീയമായിട്ടുള്ള ഇടങ്ങളായാലും ഒക്കെ തന്നെ
പ്ലാസ്റ്റിക് മാലിന്യം അടക്കമുള്ള മാലിന്യങ്ങളുടെ കുമിഞ്ഞുകൂടൽ പല രാജ്യത്തു നിന്ന് എത്തുന്ന ടൂറിസ്റ്റുകൾക്കും അത് അനവസരമായി തോന്നി. വൃത്തിയില്ലാത്ത ഡെസ്റ്റിനേഷനുകളുടെ നാടായി കേരളത്തിൻ്റെ ടൂറിസം മാറിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ഇന്ന് ആ ഒരു രീതിയെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ സമ്പൂർണമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അത് പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ഗ്രാമപഞ്ചായത്തുകൾ തലത്തിൽ ആ പദ്ധതികൾ ഏറ്റെടുക്കുകയും ഇതിൻ്റെ ഭാഗമായി കേരളം ഇന്ന് വൃത്തിയുള്ള സംസ്ഥാനമായി മാറി. ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഷെമീന CP. വുമൺ വിങ്സ് ഹോളിഡേ കമ്പനി നടത്തിവരുന്നു. WTFK ട്രഷറർ കൂടിയാണ്. കൺഗ്രാറ്റുലേഷൻസ് ശ്രീലക്ഷ്മി. WTFKയുടെ പ്രവർത്തകയും കൂടിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അർച്ചന PC. വല്ലപ്പെട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഇവർ ഉത്തരാഖണ്ഡിലെ 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി നേടിയ മെഡലുകളടക്കം ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അബ്ദുൾ റസാഖ് ഹാജി, ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് ജനുവരി 31 കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന B2B സെക്കൻഡ് എഡിഷൻ ഇവോൾവ് 2026 ലോഗോ പ്രകാശനവും മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. The Evolve 2K26 logo, a symbol of empowerment, responsible tourism and the exciting journey ahead. The moment is here. Let's reveal the logo. WTFK സെക്രട്ടറി അന്നത്ത് ജിനാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഉസ്ന മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഇവരുടെ യാത്രകൾ നമ്മുടെ സമൂഹത്തിനും സംരംഭകർക്കും പ്രചോദനമായിരിക്കുന്നു. WTFK എന്ന സംഘടന രൂപം കൊണ്ടത് വലിയൊരു സ്വപ്നത്തിലൂടെയാണ്. വിനോദസഞ്ചാര രംഗത്ത് യുവ പ്രതിഭകൾക്ക് തുല്യമായ പങ്കാളിത്തവും അവസരങ്ങളും ഉറപ്പാക്കുക എന്നത്. We aim to build a network that connects women entrepreneurs, professionals and visionaries from across Kerala's travel industry. Our vision is simple yet powerful. Women for tourism, tourism for women. We believe that empowering women in tourism not only strengthens the industry but also helps the society and the sustainable world. Today's event is also proud moment as we unveil the logo of Evolve 2025, our signature B2B meet. Evolve represents growth, innovation and the cultural collaborative spirit that drives Kerala's tourism field. Through Evolve 2025, we hope to bring together over 100 sellers and 500 travel agents from across India and international, creating new opportunities, ideas and partnerships. I take the moment to express my heartfelt gratitude to Honorable Minister Shri V. Abdurrahman Sir for inaugurating this event, and all to our guests and supporters who believe the strength and potential of women in tourism growth. Let this gathering be a reminder that when women rise, the entire industry will rise. Thank you all once again for your presence and support. ഞെരളത്ത് ഹരിഗോവിന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യയിലെ ടൂറിസവും കേരളത്തിലെ ടൂറിസവും വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യുവ ടൂറിസം പ്രൊഫഷണൽസിനും സർവീസ് പ്രൊവൈഡേഴ്സിനും സ്ത്രീ യാത്രക്കാർ അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും പങ്കിടുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ് WTFK. ഡോക്ടർ കമറുന്നിസ അൻവർ, KK അബ്ദുൾ റസാഖ് ഹാജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ പ്രോഗ്രാം എന്തുകൊണ്ടും ടൂറിസം രംഗത്ത്, കേരള ടൂറിസം രംഗത്ത് WTFKയുടെ അവരെ അമരത്ത് നിൽക്കുന്ന ഉസ്ന മുഹമ്മദിന്റെ റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും ആദ്യമായിട്ട് അറിയിക്കുകയാണ്.